പലിശയിൽ നിന്ന് സൂക്ഷിക്കണം. പലിശ വാങ്ങിയ ഒരാൾക്കും ഒരു പഴുതുമില്ല രക്ഷപ്പെടാൻ. കുടുങ്ങിയ ആളുകൾ ആരാന്നാ ചോദിച്ചാൽ 90% കുടുങ്ങിയ ആളുകൾ പലിശ വാങ്ങിയവരാണ്. എനിക്കറിയാം, എൻ്റെ അടുത്ത് വന്ന് വിഷമം പറയുന്ന ആളുകളോടൊക്കെ ഞാൻ ചോദിക്കും, നിങ്ങൾ പലിശ വാങ്ങിയിട്ടുണ്ടോ? പലിശ ഒന്നും വാങ്ങിയില്ല. നിങ്ങൾക്ക് ലോണുണ്ടോ? ലോണുണ്ട്. പലിശ എന്ന് പറഞ്ഞാൽ വേറെ, ലോൺ എന്ന് പറഞ്ഞാൽ വേറെയാണെന്നാണ് ചില ആൾക്കാരുടെ വിചാരം. ഈ ലോണൊന്നുമില്ല, പിന്നെ ഈ വണ്ടി ഏതാ? വണ്ടി ഇപ്പോൾ പുതിയ വാങ്ങിയ അത് ഫുള്ള് പൈസ കൊടുത്തണോ? ഇല്ല, അതിന് അടവുണ്ട്. ഒക്കെ പലിശയാണ്. അത് തങ്ങൾ വാങ്ങിയാലും ശരി, മൊയിലേർ വാങ്ങിയാലും ശരി, ആര് വാങ്ങിയാലും ശരി, ലോൺ എടുക്കൽ കടുത്ത ഹറാമാണ്. അപ്പം ഇവിടെ വന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ, ഞാൻ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ട് ഇറങ്ങി വേണ്ടാൻ വേണ്ടി പറഞ്ഞതല്ല. ഇന്ന് രാത്രി ചിന്തിക്കണം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് മാർഗമുണ്ട്. മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം. ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയിന്. ദുആ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ദ്വാരിപ്പിക്കല്ലാതെ പിന്നെ എന്താക്കാനാ? കുടുംബ ബന്ധം മുറിച്ച ആളുകളുണ്ടെങ്കിൽ, ജ്യേഷ്ഠന്, അനുജന്, വാപ്പ, മക്കൾ, ഭാര്യ, ഭർത്താവ്, ആങ്ങള, പെങ്ങൾ, ഇങ്ങനെ തുടങ്ങി നമ്മളെ സ്വന്തം ബന്ധം മുറിച്ച ആളുകളുണ്ടല്ലോ, അവരത് അല്ലാഹു സ്വീകരിക്കൂല. സ്വന്തം ബാപ്പനോട് മിണ്ടാതെ നടക്കുന്ന എത്ര മക്കളുണ്ട്. ഭാര്യ വീട്ടുകാരോട് തെറ്റി നടക്കുന്ന ആൾക്കാരുണ്ട്. മരുമക്കളോട് തെറ്റി നിൽക്കുന്ന ഭാര്യയുടെ അഹലുകാരുണ്ട്. അളിയൻ, അമ്മോശന്, അമ്മായി, പുതിയാപ്പള്ള, അലുവക്കെട്ടിൻ്റെ കനം കുറഞ്ഞതിൻ്റെ പേരിൽ പുതിയാപ്പള്ള മെയിൻറ്റെയിൻ ചെയ്യാത്ത ഭാര്യ വീട്ടുകാർ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ദുആ അല്ലാഹ് പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരം തരുമെന്ന്. അതേ പടച്ചോൻ തന്നെ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ദിക്റും ഉണ്ടാവില്ല, സ്വലാത്തും ഉണ്ടാവില്ല, ബദറും ഉണ്ടാവില്ല, ബുർദ ഉണ്ടാവില്ല, മഹാന്മാർ ആണ്ടും ഉണ്ടാവില്ല, വയലും ഉണ്ടാവില്ല, ദിക്റാൽക്കി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ സമയമൊക്കെ വെറുതെ പോകും. ഈ സമയം ലാഭകരമായാൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ പോയി നമുക്ക് ആനന്ദിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആനന്ദിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. കുടുംബം കൂട്ടി ഉറപ്പിച്ച് സ്നേഹബന്ധമാക്കിയാൽ വലിയ റഹ്മത്താണ്, ബറക്കത്താണ്, ഇസ്സത്താണ്. കുടുംബത്തിലെ സ്വാധീനം അത് വല്ലാത്ത സ്വാധീനമാണ്. മഹല്ല് പ്രസിഡൻ്റാവാൻ എളുപ്പമാണ്, രാഷ്ട്രീയത്തിലെ നേതാവാൻ എളുപ്പമാണ്, സംഘടനാ നേതാവാൻ എളുപ്പമാണ്. പക്ഷേ കുടുംബത്തിലെ അമീറാകുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പണിയുണ്ട്. അത് ഉള്ളും പുറം നന്നാവണം. മറ്റേതൊക്കെ ഉള്ളു നന്നായില്ലെങ്കിലും പുറം നന്നാക്കിയാലൊക്കെ നടക്കും. മഹല്ല് പ്രസിഡൻ്റായി, സെക്രട്ടറി, എൻ്റെ അടുത്ത് ഒരുപാട് അങ്ങനത്തെ കേസ് വരാറുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങളെ മഹല്ല് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവതരിപ്പിച്ചാൽ മതി അറിയുമ്പോൾ കൂടെയുള്ള ആൾ പറയും, പാപ്പ മഹല്ല് പ്രസിഡൻ്റാണ്, എല്ലാം പറയും പള്ളീൻ്റെ സെക്രട്ടറിയാണ്. കേൾക്കുന്നില്ലേ? ഇങ്ങോട്ടും എല്ലാം കേൾക്കണ്ട, ഇതിവിടെ വെച്ചിട്ടല്ലേ? അങ്ങനെ പ്രശ്നം. ഇതിവിടെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ശബ്ദം കുറക്കുന്നത്. എനിക്ക് നല്ല ശബ്ദമുണ്ട്, അങ്ങോട്ട് കേൾക്കുന്നില്ലല്ലേ? പെണ്ണുങ്ങളവിടെ ഉള്ളത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളുമായി വന്നവരോട് ചിലപ്പോൾ ഞാൻ പറയും മഹല്ല് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ കൂടെയുള്ള ആൾ ചിരിച്ചിട്ട് പറയും ബാപ്പന്നെയാണ് മഹല്ല് പ്രസിഡന്റ്. കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ പിന്നെ എങ്ങനെ കഷായം വെക്കുകയെന്ന് വെച്ച് ആൾക്കാർ. വീട്ടിൽ കുടുംബത്തെ നിയന്ത്രിക്കാൻ, മക്കളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭീകരമായ അവസ്ഥ. നാട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാവും, പക്ഷെ ജ്യേഷ്ഠനും അനുജൻ തമ്മിൽ തെറ്റിലായിരിക്കും. നാട്ടുകാർക്കൊക്കെ വോട്ടെടുപ്പിനിട്ടാൽ മൂപ്പർക്ക് 100 ആൾക്കാരുണ്ട്, 100ഉം വോട്ട് ചെയ്യും. കുടുംബത്തിൽ ഇലക്ഷൻ വെച്ചാലോ ഒരു കുട്ടി വോട്ട് ചെയ്യൂല. സ്വന്തം ഭാര്യ പോലും ഉണ്ടാവില്ല ഭർത്താവിനെ അംഗീകരിക്കാൻ. ആ സ്ഥാനത്ത് ചിലപ്പോൾ കുടുംബത്തിലൊക്കെ ഉഷാറായിരിക്കും, നാട്ടുകാർക്കൊന്നും കണ്ടുകൂടായിരിക്കും. നാട്ടുകാർക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല,
അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കുറേ ആളുകൾ പുറത്ത് നിൽക്കുകയാണല്ലേ. ഒന്നും കൂടെ അടുത്ത് എഴുന്നേറ്റ് നിന്നിട്ടേ എല്ലാവരും ചെയറായിട്ടൊന്നും ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ ബാക്കിൽ കുറച്ച് ചെയറൊക്കെ ഇടാം. എഴുന്നേറ്റിട്ട് ആ ചെയർ എല്ലാവരും മുന്നോട്ടിട്ട് വരി. ഇതാ ഒന്ന് മുന്നോട്ടിടി. കുറച്ചും കൂടെ പോയി. കുറച്ച് കുട്ടിയൊക്കെ അവിടെ സ്റ്റൂൾ ഇട്ട് കൊടുത്താൽ മതി. ചെറിയ കുട്ടിയൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റൂൾ ഇട്ട് കൊടുത്താൽ മതി. അവിടെയുള്ള സ്റ്റൂളുണ്ടല്ലോ, കുറച്ച് കുട്ടിയൊക്കെ അവിടെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് കുട്ടികളെ അങ്ങോട്ട് ഇരുത്തിയാൽ മതി. മോൻ അങ്ങോട്ടില്ലേ? ആ കുട്ടികളൊക്കെ അങ്ങോട്ടില്ലേ? വരാന്തേക്കല്ലേ? മോനോ അങ്ങോട്ടില്ലേ? കസാലമ്മക്ക് അവിടേക്ക് ഇരുന്നോളേ. ഉറങ്ങി വീലേക്കൂലേ? ആ ഇനി ആ ബാക്കിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരും. അവിടെ ആ കുട്ടിക്ക് ഉറട്ടൊടുക്കി. എല്ലാവരും ഒന്ന് കയറി ഇരുന്നാട്ടെ മുന്നിലത്തെ കസാറിലേക്ക്. അവിടെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആൾക്കാർ. അതുകൊണ്ടാണ് ഇവിടെ മഴ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. മുകളിൽ നോക്കണ്ട, ബേജാറാണ്ട. ഒരു 2-3 ആൾ ഇങ്ങോട്ട് വരിതാ. ഇവിടെ ഇങ്ങോട്ട് വരി. സാറേ 2-3 ആളും കൂടെ ഉണ്ട്. ഇങ്ങോട്ട് 2 ആളും കൂടെ ഉണ്ട്. നിങ്ങൾ നീച്ചു പോയ സീറ്റിലാണ്. അന്ന് നിങ്ങളതാണ്. എല്ലാവരും സെറ്റപ്പായി. ഇനി സ്വലാത്താണ്ട് ചെല്ലാം നമുക്ക്. കുടുംബം പറഞ്ഞു വരുന്നത് കുടുംബത്തെ സ്നേഹിച്ച് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ആരെങ്കിലും കുടുംബത്തിനോട് തെറ്റി നിൽക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബം എന്ന് മാത്രമല്ല സുഹൃത്തുക്കളോട് അന്യായമായി ന്യായത്തിന് നിങ്ങൾക്ക് തെറ്റാം, അള്ളാൻ്റെ പൊരുത്തത്തിന് നിങ്ങൾക്ക് തെറ്റാം. ഈമാനിൻ്റെ വിഷയത്തിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ആളുകളെ നമുക്ക് മാറ്റി നിർത്താം. മഹാന്മാരെ കുറ്റം പറയുന്ന ആളാണ്, അയാളോട് നമുക്ക് ബന്ധം വേണ്ട. അൽ ഹബ്ബു ഫില്ലാ വൽ ബഗ്ളു ഫില്ലാ. നമ്മളാണെങ്കിലോ അള്ളാൻ്റെ മാർഗത്തിലുള്ള തെറ്റലും നന്നാവലും സ്നേഹിക്കലൊന്നുമല്ല. നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുക, നമ്മളെ താല്പര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വെറുക്കുക. അത് ഈമാനില്ലാത്ത ഒരു സ്വഭാവമാണ്. ഇവിടെ വന്ന ആളുകളോട് പറയാൻ ഞാൻ, ഈമാനിൻ്റെ വിഷയത്തിൽ ഒരല്പം പോലും വിട്ടുവീഴ്ചക്ക് തയ്യാറാവരുത്. ഈമാൻ്റെ വിഷയത്തിൽ, ബാക്കിയുള്ള വിഷയത്തിൽ നമുക്ക് എത്രയും വിട്ടുവീഴ്ച ചെയ്യാം. നമ്മൾ നേരെ മറിച്ചല്ലേ. നമുക്കൊരു ഉറുപ്പ്യ തരാത്തതിൻ്റെ പേരിൽ ശക്തമായ വാശിയായി നമ്മൾ തുടരും. ഈമാനിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാരല്ലേ, നമ്മളെ അയൽവാസിയല്ലേ, അല്ല നമ്മളെ കുടുംബമല്ലേ, അല്ലെങ്കിൽ നമ്മളെ മറ്റേതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ കണിശമായി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാറില്ല. കഴിയണം. അള്ളാഹു നമുക്ക് ഈമാൻ കനം കൂട്ടിത്തരട്ടെ. സ്വലാത്തല്ലല്ലേ നമ്മൾ ചൊല്ലല്ലേ? ഏത് സ്വലാത്താ ചൊല്ലേണ്ടി? ഒരു 33 സാധാരണ സ്വലാത്തില്ല നമുക്ക്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي
يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله قبولاക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഈ സദസ്സുകൊണ്ട് അള്ളാഹു നമ്മളെ രണ്ട് ലോകം വിജയിപ്പിക്കുമാറാവട്ടെ